Hi friends, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ടൈം ട്രയൽസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കപ്പ കൊണ്ടുള്ളൊരു അടിപൊളി തോരനാണ്. എന്നാൽ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് കപ്പ വട്ടത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം, സ്മോൾ പീസസ് ആക്കിയിട്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. അപ്പം ഞാനിതാ എല്ലാ കപ്പയും ഈ ഒരു അളവിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. വാഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത കപ്പയൊക്കെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വാഷ് ചെയ്തെടുത്ത കപ്പയെല്ലാം ഫുള്ള് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പാകമായി വരുന്ന കപ്പയൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് പായസം പോലെയൊക്കെ ആയിപ്പോകും. അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് പെട്ടെന്ന് പാകമായി കിട്ടുന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു വെള്ളത്തിൽ മാത്രമേ വേവിച്ചെടുക്കുന്നുള്ളൂ. ചില കപ്പയൊക്കെ നമുക്ക് 2-3 വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുന്ന കപ്പ ഏത് തരത്തിലാണോ പാകമായി കിട്ടുന്നത് അതിനനുസരിച്ച് വെള്ളം വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ അത്യാവശ്യം പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമെല്ലാം ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വടിച്ചെടുക്കില്ല, അപ്പോൾ അതുപോലെ നമ്മളിതിനെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ളൊരു മിക്സ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അതിലേക്ക് 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് പുളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ തോരനൊക്കെ അരച്ചെടുക്കത്തില്ലേ, ആ ഒരു പാകത്തിൽ വേണം ഇതിന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ മിക്സ് നല്ലോണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടു. അതിൽ നമ്മൾ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ചുവന്ന മുളക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയില്ലേ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ എല്ലാ കപ്പയും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച തോരൻ്റെ മിക്സില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പയൊന്നും പൊടിഞ്ഞു പോകാണ്ട് നന്നായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തോരന് നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് അവിടെ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ തോരന് പാനിൽ ഒട്ടിപ്പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കപ്പത്തോരൻ ഇത് അവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ട്രൈഡ് പിക്ചേഴ്സ് അയക്കാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആൻഡ് ഫേസ്ബുക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അതുകൂടാണ്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണുവരെ വണക്കം, ടാറ്റാ, ബൈ ബൈ, സീ യു അഗൈൻ.